പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സോൾവിംഗ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിംഗ് ഇറ്ററേറ്റീവ് മെത്തേഡ് എന്നതിനെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിൽ ഇറ്ററേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ച് ലീനിയർ ഇക്വേഷൻസ് എന്നതിന്റെ സിസ്റ്റം സോൾവ് ചെയ്യുന്നത്, സൈലാബ് കോഡ് ഡെവലപ്പ് ചെയ്ത് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്, ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു 12.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സൈലാബ് 5.3.3 വേർഷൻ എന്നിവയാണ്. ഈ ട്യൂട്ടോറിയൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു വിദ്യാർത്ഥിക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സൈലാബ്, സോൾവിംഗ് ലീനിയർ ഇക്വേഷൻസ് എന്നിവയാണ്. സൈലാബിന് വേണ്ടി സ്പോക്കൺ ട്യൂട്ടോറിയൽ വെബ്സൈറ്റിൽ ലഭ്യമായ ഉചിതമായ ട്യൂട്ടോറിയൽസ് റെഫർ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഇറ്ററേറ്റീവ് മെത്തേഡ്സ് ആണ് ജക്കോബി മെത്തേഡ്. തന്നിട്ടുള്ളത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വിത്ത് n ഇക്വേഷൻസ് ആൻഡ് n അൺനോൺസ്. അത്തരത്തിലുള്ള ഇക്വേഷൻസ് നമ്മൾ തിരുത്തി എഴുതുന്നു. x of I k plus 1 is equal to b I minus summation of a I j x j k from j equal to 1 to n divided by a I. ഇവിടെ I 1 to n എന്നതാണ്. x of I എന്നത് ഓരോ വാല്യൂസ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. മുൻപത്തെ സ്റ്റെപ്പിൽ ലഭിച്ച ഇക്വേഷൻസ് എന്നതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സൊല്യൂഷനിൽ എത്തിച്ചേരുന്നതുവരെ നമ്മൾ ഇറ്ററേഷൻ തുടരും. ജക്കോബി മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഉദാഹരണം സോൾവ് ചെയ്യാം. ജക്കോബി മെത്തേഡിന്റെ കോഡ് നമുക്ക് നോക്കാം. സൈലാബ് കൺസോളിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഉത്തരങ്ങളുടെ ഫോർമാറ്റ് വ്യക്തമാക്കുന്നതിന് നമ്മൾ ഫോർമാറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നു. ഇവിടെ E എന്ന് സൂചിപ്പിക്കുന്നത് ഉത്തരം നിർബന്ധമായും സയന്റിഫിക് നൊട്ടേഷൻ എന്ന നിലയിലായിരിക്കണം എന്നതാണ്. ആൻഡ് 20 ഡിസ്പ്ലേ ചെയ്യേണ്ട അക്കങ്ങളുടെ എണ്ണം വ്യക്തമാക്കുന്നു. അതിനുശേഷം വാല്യൂസ് ലഭിക്കുന്നതിനു വേണ്ടി നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. The matrices coefficient matrix, right hand side matrix, initial values matrix, maximum number of iteration and convergence tolerance. അടുത്തത് A matrix ഒരു സ്ക്വയർ മാട്രിക്സ് ആണ് എന്ന് ചെക്ക് ചെയ്യുവാൻ നമ്മൾ സൈസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇത് അല്ലെങ്കിൽ ഒരു എറർ ഡിസ്പ്ലേ ചെയ്യുവാനായി നമ്മൾ എറർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യുന്നു മാട്രിക്സ് A ഡയഗണലി ഡോമിനന്റ് ആണ് എന്നതാണ്. ആദ്യ പകുതി മാട്രിക്സ് എന്നതിലെ ഒരു റോ എന്നതിന്റെ തുക കണക്കാക്കുന്നു. അതിനുശേഷം ചെക്ക് ചെയ്യുന്നതിന് ഡയഗണൽ എലിമെന്റ് എന്നതിന്റെ പ്രോഡക്റ്റ് രണ്ടിരട്ടി ആ റോയിലുള്ള എലിമെന്റുകളുടെ ആകെ തുകയേക്കാൾ വലുതാണോ എന്നതാണ്. ഇതല്ലെങ്കിൽ എറർ ഡിസ്പ്ലേ ചെയ്യുവാനായി നമ്മൾ എറർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അതിനുശേഷം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ജക്കോബി ഇറ്ററേഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് ആർഗ്യുമെന്റ്സ് a b x0, മാക്സിമം ഇറ്ററേഷൻ ടോളറൻസ് ലെവൽ. ഇവിടെ x0 എന്നത് ഇനീഷ്യൽ വാല്യൂസ് മാട്രിക്സ് ആണ്. A മാട്രിക്സ് ഇനീഷ്യൽ വാല്യൂസ് മാട്രിക്സ് എന്നതിന്റെ സൈസുകൾ പരസ്പരം യോജിക്കുന്നതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. x k p 1 എന്നതിനു വേണ്ടി വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒപ്പം റിലേറ്റീവ് എറർ എന്നത് ടോളറൻസ് ലെവലിനേക്കാൾ കുറവാണോ എന്ന് ചെക്ക് ചെയ്യും. ഇത് ടോളറൻസ് ലെവലിനേക്കാൾ കൂടുതലാണ് എങ്കിൽ ഇറ്ററേഷൻ ബ്രേക്ക് ചെയ്യുന്നു. ഒപ്പം സൊല്യൂഷനിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അവസാനമായി നമ്മൾ ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നു. ഫംഗ്ഷൻ സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. സൈലാബ് കൺസോളിലേക്ക് മാറുക. നമുക്ക് ഓരോ പ്രോംപ്റ്റിലും ഓരോ വാല്യൂ നൽകാം. കോഎഫിഷ്യന്റ് മാട്രിക്സ് A is open square bracket 2 space 1 semicolon 5 space 7 close square bracket. എന്റർ അമർത്തുക. പിന്നെ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നു ഓപ്പൻ സ്ക്വയർ ബ്രാക്കറ്റ് 11 സെമിക്കോളൻ 13 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. എന്റർ അമർത്തുക. Initial values matrix is open square bracket 1 semicolon 1 close square bracket. Enter അമർത്തുക. Maximum number of iteration 25 ആണ്. Enter അമർത്തുക. Convergence tolerance level B 0.00001. Enter അമർത്തുക. ടൈപ്പ് ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുക. ജക്കോബി ഇറ്ററേഷൻ ഓപ്പൻസ് പരാൻതീസിസ് a, b, x0, m a x I t e r, t o l
ക്ലോസ് പരാൻതീസിസ്. എന്റർ അമർത്തുക. കൺസോളിൽ x1, x2 എന്നീ വാല്യൂസ് കാണിക്കുന്നു. ഇറ്ററേഷൻ എണ്ണം കൂടി കാണിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഗോസ് സൈഡൽ മെത്തേഡ് തന്നിട്ടുള്ളത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, n ഇക്വേഷൻസ്, n അൺനോൺസ് എന്നിവയാണ്. അവ അൺനോൺസ് എന്നിവ ഓരോന്നും ഇക്വേഷൻസ് റീറൈറ്റ് ചെയ്യുന്നു. വലതു സൈഡിലുള്ള അതിനനുയോജ്യമായ എലിമെന്റ് മറ്റു വേരിയബിൾസും അവയുടെ കോഎഫിഷ്യന്റ്സും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. പിന്നീട് നമ്മൾ അത് ഡിവൈഡ് ചെയ്യുന്നു. ആ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് i ഓഫ് ദി അൺനോൺ വേരിയബിൾ. ഇത് എല്ലാ ഇക്വേഷൻസിനും ഉള്ളതാണ്. x ഓഫ് I k plus 1 ഒഴികെ ജക്കോബി മെത്തേഡിൽ x ഓഫ് I k plus 1 കമ്പ്യൂട്ടേഷനു വേണ്ടി x ഓഫ് I k എന്നതിന്റെ എല്ലാ എലിമെന്റും ഉപയോഗിക്കുന്നു. ഗോസ് സൈഡൽ മെത്തേഡ് എന്നതിൽ നമ്മൾ x ഓഫ് I എന്നത് x ഓഫ് I k plus 1 എന്നതായി റീറൈറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ ഉദാഹരണം സോൾവ് ചെയ്യുവാൻ ഗോസ് സൈഡൽ മെത്തേഡ് ഉപയോഗിക്കാം. നമുക്ക് ഗോസ് സൈഡൽ മെത്തേഡ് എന്നതിനു വേണ്ടിയുള്ള കോഡ് നോക്കാം. ആദ്യത്തെ വരിയിൽ ഫോർമാറ്റ് സൂചിപ്പിക്കുന്നതിന് ഡിസ്പ്ലേ ചെയ്യേണ്ട ആൻസറിനു വേണ്ടി കൺസോളിലെ ഫോർമാറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ഫംഗ്ഷൻ എന്നതിന്റെ വാല്യൂ നേടുവാനാണ്. കോഎഫിഷ്യന്റ് മെട്രിക്സ്, റൈറ്റ് ഹാൻഡ് സൈഡ് മെട്രിക്സ്, ഇനീഷ്യൽ വാല്യൂസ് ഓഫ് ദ വേരിയബിൾ മെട്രിക്സ്, മാക്സിമം നമ്പർ ഓഫ് ഇറ്ററേഷൻസ്, ടോളറൻസ് ലെവൽ. പിന്നീട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുവെങ്കിൽ ഗോസ് സൈഡൽ ഒപ്പം ഇൻപുട്ട് ആർഗ്യുമെന്റ്സ് a, b, x0, മാക്സ് ഇറ്ററേഷൻസ്, ടോളറൻസ് ലെവൽ എന്നിവയാണ് ഔട്ട്പുട്ട് ആർഗ്യുമെന്റിന്റെ സൊല്യൂഷനു വേണ്ടി. മെട്രിക്സ് A is square, initial vector and matrix A എന്നതിന്റെയും സൈസുകൾ അനുയോജ്യമാണെങ്കിൽ സൈസ് ലെങ്ത് ഫംഗ്ഷൻ ഉപയോഗിക്കാം എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. നമ്മൾ ഇറ്ററേഷൻ തുടങ്ങുന്നു. നമ്മൾ തുല്യമാക്കുന്നു ഇനീഷ്യൽ വാല്യൂസ് വെക്ടർ x0 to xk. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മാട്രിക്സ് ഓഫ് 0. അത് സൈസിലുള്ള xk എന്നത് xkp1 എന്നത് കോൾ ചെയ്യുന്നു. നമ്മൾ ഓരോ ഇക്വേഷൻസും സോൾവ് ചെയ്യുന്നത് അൺനോൺ വേരിയബിൾ എന്നതിന്റെ വാല്യൂ കണ്ടെത്തുന്നു. ഇതിനായി xkp1 എന്നീ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ഇറ്ററേഷൻ xkp1 വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. കൂടാതെ നമ്മൾ ചെക്ക് ചെയ്യുന്നു ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ ടോളറൻസ് ലെവലിനേക്കാൾ റിലേറ്റീവ് എറർ കുറവാണെങ്കിൽ നമുക്ക് ഇറ്ററേഷൻ ബ്രേക്ക് ചെയ്യാം. അതിനുശേഷം xkp1 വേരിയബിൾ സൊല്യൂഷൻ എന്നതുമായി ഇക്വേറ്റ് ചെയ്യുന്നു. അവസാനമായി നമ്മൾ ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നു. ഫംഗ്ഷൻ സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. സൈലാബ് കൺസോളിലേക്ക് മാറുക. ആദ്യത്തെ പ്രോംപ്റ്റിനായി നമ്മൾ മാട്രിക്സ് A എന്ന് ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്യുക ഓപ്പൻ സ്ക്വയർ ബ്രാക്കറ്റ് 2 സ്പേസ് 1 സെമിക്കോളൻ 5 സ്പേസ് 7 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. അടുത്ത പ്രോംപ്റ്റിനായി എന്റർ അമർത്തുക. ടൈപ്പ് ചെയ്യുക ഓപ്പൻ സ്ക്വയർ ബ്രാക്കറ്റ് 11 സെമിക്കോളൻ 13 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. എന്റർ അമർത്തുക. ഇനീഷ്യൽ വാല്യൂ വെക്ടർ എന്നതിന്റെ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓപ്പൻ സ്ക്വയർ ബ്രാക്കറ്റ് 1 സെമിക്കോളൻ 1 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. എന്റർ അമർത്തുക. അതിനുശേഷം നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ഇറ്ററേഷൻസ് 25 ആണ്. എന്റർ അമർത്തുക. നമുക്ക് ഡിഫൈൻ ചെയ്യാം ടോളറൻസ് ലെവൽ 0.00001 ആണ്. എന്റർ അമർത്തുക. അതിന് നമുക്ക് ഫംഗ്ഷൻ വിളിക്കാം GAUSSEIDEL ഓപ്പൺ പരാൻതീസിസ് a, b, x0, maxiter, ക്ലോസ് പരാൻതീസിസ്. എന്റർ അമർത്തുക. x1, x2 എന്നതിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. ഒരേ പ്രോബ്ലം പരിഹരിക്കുന്നതിന് ഇറ്ററേഷൻ ജക്കോബി മെത്തേഡ് എന്നതിനേക്കാൾ കുറവാണ്. നിങ്ങൾക്ക് സ്വയം ഈ പ്രോബ്ലം സോൾവ് ചെയ്യുവാൻ ജക്കോബി, ഗോസ്, സൈഡൽ മെത്തേഡ്സ് ഉപയോഗിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ലീനിയർ ഇക്വേഷൻസ് എന്നതിന്റെ സിസ്റ്റം മാറ്റുവാൻ വേണ്ടി സൈലാബ് കോഡ് ഡെവലപ്പ് ചെയ്യുന്നത്, ലീനിയർ ഇക്വേഷൻസ് എന്നതിനുള്ള അൺനോൺ വേരിയബിളിന്റെ വാല്യൂ കണ്ടെത്തുക.
താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് NMEICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. IIT ബോംബെയിൽ നിന്നും വിജി നായർ പങ്കെടുത്തതിന് നന്ദി.